ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നത് കൽമാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കൽമാസിന് വേണ്ട സാധനങ്ങൾ പൊടി, ഉള്ളി, പിന്നെ ചെറിയ ജീരകവും തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി ഞാൻ മിക്സിയിലിട്ട് അരച്ച് വെച്ചതായിരുന്നു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. നമുക്കിത് ഉള്ളി ചെറുതായിട്ട് മുറുക്കിയെടുക്കാം. ചെറുതായിട്ട് നുറുക്കിയെടുക്കല്ല, അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നത്. പൊടിക്കല്ലോ, അരിഞ്ഞെടുക്കുക, അങ്ങനെ വേണം പറയാൻ. പെട്ടെന്ന് വയന്ന് കിട്ടും. തന്നെ ബാക്കിയുള്ള ഉള്ളി ഇതിലിട്ട് അതേപോലെ തന്നെ നമുക്കൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. അതേപോലെ ചെറുതായിട്ട് ഉള്ളി നോക്കിയിട്ട് അതിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതും കൂടെ ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. ഗ്യാസ് കത്തിച്ച് ഫ്രൈ പാനാണ്. ഫ്രൈ പാൻ ഫ്രൈ പാൻ ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായപ്പോൾ നമുക്ക് കട്ട് വെച്ചത് ചെറുതായി പൊടിച്ച് വെച്ച ഉള്ളി ഇട്ട് വഴറ്റാം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി രണ്ടും കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാതിട്ടു. ശേഷം കയ്യപ്പിലിട്ടു. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഇതിനനുസരിച്ച് മുളകും, ഗരം മസാലപ്പൊടിയും ചെറിയൊരു സ്പൂൺ വേണ്ട, ഒരു ആവശ്യത്തിന് അത് വഴറ്റാം. താഴെയും എല്ലാം കൂടി നല്ല വഴന്ന് വന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഇറച്ചി ഇതിലിട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞളും പിന്നെ ഗരം മസാലപ്പൊടി കൂടി ഞാൻ വേവിച്ചെടുത്ത ഇറച്ചി ഇപ്പോൾ ചെറുതായിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇട്ട് ഞാൻ മിക്സായിട്ട് വെച്ച് മൂടി വെച്ചിട്ട് വേവിക്കണം. എല്ലായിടത്തും മസാല ഉണ്ടാക്കിയിട്ട് വേവിക്കുള്ള സമയം കൊണ്ട് കയറ്റിയിരുന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ട ഉപ്പ് ഇട്ടുകൊടുത്ത് തേങ്ങയും ചെറിയ ജീരകം ഉള്ളി മിക്സിയിൽ പൊടിച്ച് വെച്ചത് അതും കൂടി ഇട്ടുകൊടുത്ത് വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇതിന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ മസാല തുറന്ന് നോക്കാം. മസാല റെഡിയായി. തീ ഓഫാക്കാം. നമുക്കിത് കൽമാസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ട ഈ പാത്രം ഒന്ന് എണ്ണ തടവിയെടുക്കുക. എണ്ണ തടവിയെടുക്കുക. കൽമാസ് ഉണ്ടാക്കാം. ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇത് പണ്ട് ഇതിൽ വെച്ച് അപ്പുറം ഇപ്പുറം പ്രസ്സായി കൊടുക്കുക. കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇപ്പുറം നല്ല ഇതായി വരും. ഈ ഷേപ്പിൽ തന്നെ കിട്ടും. ഒന്നും കൂടി ഇട്ട് ഇതേപോലെ പരത്തി കൽമാസിൻ്റെ പണ്ടം ഇതിൽ വെച്ച് പ്രസ്സായി കൊടുക്കാം. തീരെ പൊട്ടാത്ത ഇതിൽ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഈ ഷേപ്പിൽ തന്നെ എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അടുത്ത തീ വെച്ച് പിന്നെ വേവിക്കാനുള്ള പാത്രം വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് വേവാൻ വേണ്ടി ഇതിലേക്ക് ആവട്ടെ. ആ സമയം ഇവിടെ ബാക്കിയുള്ളത് ഇതിലേക്ക് നമുക്ക് ഉരുട്ടി വെക്കാം. ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം വെന്ത് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത കൽമാസം അവിടെ ഇതാ വെച്ചിട്ടുണ്ട്. ഇത് പൊടിക്കാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് പൊരിക്കാൻ വേണോ? പൊരിക്കാൻ പറ്റില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്കിത് കലക്കിയെടുക്കാം. നമുക്ക് വേണത് പൊരിക്കാണ്ട് തിന്നട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ പൊരിക്കാണ്ടൊക്കെ കൊടുക്കാം. ഭയങ്കര എരിവയ്ക്ക് പൊരിച്ചാൽ. കലക്കി ഫ്രൈ പാൻ വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാം. കൽമാസ് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ മുക്കി വെക്കാം.
എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ണൂർ സ്പെഷ്യലാണ് സ്പെഷ്യലായിട്ട് ഈ കൽമാസ്. അപ്പോൾ എല്ലാ തട്ടുകടയിലും അധികം ഉണ്ടാകുന്ന ഒരു സാധനം തന്നെ കൽമാസ്. എണ്ണ ചൂടായി ഉപ്പ് പൊരിച്ചെടുക്കാം. ഒന്ന് അധികം അങ്ങനെ ഇതായില്ല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കിട്ടിയാൽ മതി. എന്തായാലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എണ്ണയിലൊന്ന് മുരിഞ്ഞ് വന്നാൽ മതി. ഇതാ ഇവിടെ നല്ല പൊരിഞ്ഞ് വന്ന് ഈ പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. ഇനി അടുത്തതുകൂടി ഇതിലേക്ക് ഇടാം. കടയിൽ കൽമാസ് ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കാൻ ഇത് കണ്ണൂർ സ്പെഷ്യൽ ആയ സാധനമായത്. എല്ലാ സ്ഥലത്തോടും കണ്ണൂരിൽ എല്ലാ സ്ഥലത്തും തട്ടുകടയിൽ തന്നെ ഉണ്ടാകുന്ന സാധനം. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യാൻ, നിങ്ങളുണ്ടാക്കാൻ ഇതേപോലെ തന്നെ. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് താഴെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.